രാഹുൽ മാങ്കൂട്ടം ഒറ്റപ്പെടുമോ? മാങ്കൂട്ടത്തിൻ്റെ ഭാവി എന്തായിരിക്കും? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം അതോ ഈ മുൻപൊരു കാലത്ത് ഒരു സ്ത്രീ വിഷയത്തിലൂടെ കേരളത്തിലൊരു പുതിയ പാർട്ടിയും രൂപപ്പെട്ടു വന്നല്ലോ, അതുപോലെ മറ്റൊരു പാർട്ടിയിലേക്ക് പോലും പോകാനുള്ള സാധ്യതയുണ്ട്? 1965 നിലവിലുണ്ടായിരുന്ന 64-65 നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നുള്ളത്. അന്ന് പി ടി ചാക്കോയുടെ കാര്യമാണ് ശ്രീ വിജയനാഥ് സൂചിപ്പിക്കുന്നത് എങ്കിൽ പി ടി ചാക്കോ കോൺഗ്രസിൽ ഒരു സമുന്നതനായ നേതാവായിരുന്നു അന്ന്. ഇപ്പോൾ കോൺഗ്രസിന്റെ യങ് ബ്രിഗേഡിന്റെ മാത്രം ക്യാപ്റ്റനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് ഈ വിവാദം വന്നപ്പോഴാണ് കൃത്യമായൊരു ക്ലിയർ പാൻ കേരള ഇമേജ് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഈ പേര് കേട്ടിട്ടില്ലാത്ത ഒരു കൊച്ചുകുട്ടി പോലും ഇപ്പോൾ ഉണ്ടാവില്ല. ഒരുപക്ഷെ പാലക്കാട് തിരഞ്ഞെടുപ്പ് സമയത്ത് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വിസിബിലിറ്റി, അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം, വിസിബിലിറ്റി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ലഭിക്കുന്നു. ഇവിടെ ഒരു യങ് മാൻ, യൂത്ത് കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ ഒരു പാർട്ടിയെ പിളർന്ന് ഒരു ഗ്രൂപ്പിനെ കൂടെ കൊണ്ടുപോകാൻ ആവുമോ എന്നാണ് ചോദ്യമെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ ആവില്ല. പക്ഷേ കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് എപ്പോഴും തിരുത്തൽ ശക്തിയായി പ്രവർത്തിച്ചിട്ടുള്ളത് യുവ തുർക്കികളാണ്. ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് യുവ തുർക്കികൾ ദേശീയ തലത്തിൽ യങ് ടർക്സ് അല്ലേ, കേരളത്തിലും തിരുത്തൽ ശക്തികൾ ഉണ്ടായിരുന്നു. കേരളത്തിലും തിരുത്തൽ ശക്തി. മൂന്നാം ചേരി എന്ന് പറഞ്ഞ എന്താണ്, ഒരു 35-40 വർഷം മുൻപ് ഒരു മൂന്നാം ചേരി, 30 വർഷം മുൻപെങ്കിലും ഒരു മൂന്നാം ചേരി അല്ലെങ്കിൽ തേർഡ് ഫോഴ്സ് AI ഗ്രൂപ്പുകൾക്ക് ബദലായി രമേശ് ചെന്നിത്തലയും MI ഷാനവാസും ഒരു പരിധിവരെ KC വേണുഗോപാലും എല്ലാം ചേർന്ന് G കാർത്തികേയൻ എല്ലാം ചേർന്ന് ഉണ്ടാക്കിയ മൂന്നാം മുന്നണി, മൂന്നാം ചേരി. ആ ചേരിയിൽ അന്ന് 30കളിലും 40കളിലും ഉണ്ടായിരുന്ന നേതാക്കളായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെയും ഒരു തിരുത്തൽ ശക്തി. അവരെല്ലാം ഇന്ന് നല്ല നിലയിലാണ്. G കാർത്തികേയൻ മാത്രമാണ് ഷാനവാസം മരിച്ചുപോയി, മറ്റെല്ലാവരും ഉണ്ട്. അവരെല്ലാം തന്നെ കോൺഗ്രസിൽ ഇന്ന് സമുന്നതരായ നേതാക്കളായി മാറിയിരിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, ചാണ്ടി ഉമ്മൻ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇപ്പോൾ ഒറ്റ ഒരു മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്നു എന്ന് പറയാനാവില്ല എങ്കിൽ പോലും ഒരു വിശാല ഗ്രൂപ്പ്, ചിതറി നിൽക്കുന്ന ഗ്രൂപ്പിനെ ഈ വിഷയം ഗാൽവനൈസ് ചെയ്ത് ഒരു വിശാല ഗ്രൂപ്പ് എന്ന രീതിയിൽ കോൺഗ്രസിൽ പുതിയ സമവാക്യങ്ങൾ, യങ് ടർക്സ്, ദേ കോൾ ദെംസെൽവ്സ് ഒറിജിനൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും MM ഹസനും ഇങ്ങനെയുള്ള ബെന്നി ബെഹനാനും പോലെയുള്ള ഗ്രൂപ്പ് നേതാക്കൾ, മുൻകാല ഗ്രൂപ്പ് നേതാക്കൾ പിന്നണിയിലേക്ക് മാറുകയും ഇതാ ഞങ്ങൾ തയ്യാറാണ്, അങ്ങനെയെങ്കിൽ ഷാഫി പറമ്പിലായിരിക്കും ഏറ്റവും സമുന്നതനായ നേതാവ്. കാരണം മാർക്കറ്റ് വാല്യൂ ഉള്ള നേതാവ് വേണ്ടേ? കാരണം കേരളത്തെ മുഴുവൻ ഉദ്ദീപിപ്പിക്കാൻ കഴിയുന്ന ഒരു ഗ്ലാമറുള്ള അല്ലെങ്കിൽ ഒരു പ്രതിച്ഛായുള്ള ഒരു ഫൈറ്റർ ഇമേജുള്ള, മറ്റേ കോൺഗ്രസിന് ഒരു ശാപം എന്ന് പറയുന്ന ഫൈറ്റർ ഇമേജുള്ള ആളുകളില്ല എന്നുള്ളതാണ് അല്ലേ? അത് മുമ്പേ ഉള്ളതാണ്. കെ മുരളീധരനെയൊക്കെ ഇപ്പോഴും ഇത്രയും കാലം കഴിഞ്ഞിട്ടും കെ മുരളീധരന് കാര്യമായ പൊസിഷനൊന്നുമില്ല. മുൻ MP ആണ് അദ്ദേഹം. കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ മത്സരിച്ച് പരാജയപ്പെട്ടു സുരേഷ് ഗോപിയോട്. എങ്കിലും കെ മുരളീധരൻ ഇപ്പോഴും മാർക്കറ്റ് വാല്യൂ ഉണ്ട്. തെരുവ് യോഗങ്ങളിൽ പ്രസംഗിക്കാൻ കോൺഗ്രസ് ആദ്യം വിളിക്കുന്ന ഗ്രൂപ്പ് ഭേദമന്യേ മുരളീധരനെ കിട്ടുമോ എന്നാണ് നോക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഒരു ഫൈറ്റർ ഇമേജ് ആണ്. 4 അക്ഷരം പറയുക, ആരെയും വെല്ലുവിളിക്കുക, പിന്നെ ആസിഡ് ടങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ്. അവർ രണ്ടുപേരെ മാറ്റി നിർത്തി ഈ കടൽക്കിഴവന്മാരുടെ ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ സ്പെൻഡ് ഫോഴ്സ്, അവരുടെ ഒരു കോൺഗ്രസ് എന്നത് ഒരിക്കലും അധികാരം പിടിക്കാൻ കൊള്ളില്ല എന്ന് യുവതുർക്കികൾ തീരുമാനിച്ചാൽ കളി മാറും. അതുകൊണ്ട് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു തിരുത്തൽ ശക്തിയായി, ഈ ധാർമ്മികതയൊന്നും കൂടുതൽ നിങ്ങൾ പറയണ്ട, ഈ വയസ്സന്മാർ കൂടുതൽ ധാർമ്മികത ഇങ്ങോട്ട് പറയരുതേ, നിങ്ങളെക്കുറിച്ചും ഞങ്ങൾക്ക് പലതും പറയാനുണ്ടാവും എന്ന് പറയുന്ന ഒരു യങ് ബ്രിഗേഡിന്റെ ഉദയം ഒരുപക്ഷെ കോൺഗ്രസിൽ കേരളത്തിൽ കാണാം. അതൊരു പക്ഷേ വോട്ട് കാച്ചിങ് രീതിയിലേക്ക് വരെ കോൺഗ്രസിനെ കൊണ്ടുവന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മുഴുവൻ കൂടെ നിർത്തി, അല്ലെങ്കിൽ ഈ യങ് ബ്രിഗേഡിനെ കൂടെ നിർത്തിയിരിക്കുന്ന VD സതീശനാണ് ഒരു ഇടിവ് വരുന്നത്. സതീശൻ ഈ യുവതുർക്കികളുടെ ചിറകിലേറി ജയിച്ചു വന്ന് മുഖ്യമന്ത്രി പദത്തിലേറാം എന്ന് സ്വപ്നം കണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി മാങ്കൂട്ടത്തിനെ ഭയക്കുന്നതിനാ അല്ലേ? ഒരു ഇയർ ഓഫ് ജഡ്ജ്മെന്റ് ഇവിടെ സംഭവിച്ചു. VD സതീശിനെ സംബന്ധിച്ചിടത്തോളം ഒരു ധാർമ്മികതയുടെ വലിയ ഒരു കവച കുണ്ഡലം എടുത്തങ്ങോട്ട് ധരിച്ച്
ഇതിനെ എന്നെ തകർക്കാനാവില്ല, ഞാനിതാ കഠിനമായ നിലപാടെടുത്തിരിക്കുന്നു, ഹൃദയവേദനയോടുകൂടി ഇതാ എൻ്റെ ശിക്ഷനെ ഞാൻ തള്ളിപ്പറയുന്നു, കുരുതി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് തിളങ്ങി നിൽക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ തിളക്കം കാര്യമായി അത് പ്രഭാവം ചെലുത്തിയില്ല. കാരണം 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ ടൈഡ് മാറുകയും വി ഡി സതീശൻ അത്ര വലിയൊരു ത്യാഗമൊന്നുമല്ല ചെയ്തത്. അദ്ദേഹം സ്വന്തം നേട്ടത്തിന് വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞതും അദ്ദേഹത്തെ പടിയടച്ച് പിണ്ടം വെക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ പ്രസ്താവനകൾ നടത്തുന്നത് എല്ലാ കോൺഗ്രസ്സുകാർക്കും പൂർണ്ണമായി ദഹിച്ചിട്ടില്ല. അത് മാത്രമല്ല, കോൺഗ്രസ് രാഷ്ട്രീയത്തെ വെളിയിൽ നിന്ന് വീക്ഷിക്കുന്ന നിഷ്പക്ഷരായ ഒരു വിഭാഗം ആളുകളുണ്ട് കേരളത്തിൽ. അവരാണ് യഥാർത്ഥത്തിൽ ഡിസൈഡിങ് ഫാക്ടർ. കോൺഗ്രസ്സുകാരും CPM അവർക്ക് കൃത്യമായ നിലപാടുകളുള്ളവരായിരിക്കാം. പക്ഷേ ഇതിന് പുറത്തുള്ളൊരു വിഭാഗമുണ്ട്. അവരുടെ ചിന്ത ഒരു പരിധിവരെ രാഹുൽ മാങ്കൂട്ടത്തിലിന് അനുകൂലമായിട്ടാണ്. കാരണം അദ്ദേഹം തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നല്ല വിഷയം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ പല സ്ത്രീകളുമായും അദ്ദേഹത്തിന് ബന്ധമുണ്ടാകാം, ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധമുണ്ടായിരുന്നിരിക്കാം. അതൊരു ഗസ്റ്റാണ്. അങ്ങനെ പല നേതാക്കൾക്കും അങ്ങനെയുള്ള ബന്ധമുണ്ട്. പക്ഷേ ഇത് വെളിയിൽ പബ്ലിക് ഡൊമൈനിൽ വരികയാണ്. അത് മാത്രമല്ല, വി ഡി സതീശനോട് ഒരു നടി, പറവൂർ നടി കാര്യം പറയുമ്പോൾ അത് എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞ് അതിന് മേൽ അടയിരിക്കുകയാണോ വേണ്ടത്? ആ തെളിവ് ഒന്നുകിൽ കൊല്ലാനുണ്ടെങ്കിൽ കൊല്ലുക, അല്ലാതെ ഈ ഒരുതരം ബ്ലാക്ക് മെയിലിംഗ് ആണ് ഒരു രീതിയിൽ പറഞ്ഞാൽ സംഭവിക്കുന്നത്, അല്ലേ? വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കയ്യിൽ സാധനം കയ്യിലുണ്ട്, തെളിവുകൾ കയ്യിലുണ്ട്, അതുകൊണ്ട് അദ്ദേഹം പുറത്തു നിൽക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ദുരൂഹതകൾ സൃഷ്ടിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്താണ് തെളിവ്? ആ തെളിവ് പുറത്തുവിടണം. അല്ലാതെ ഈ ഇപ്പോഴും ഒരു പ്രതിസന്ധിയിൽ ഒരു ചെറുപ്പക്കാരനെ രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ തന്നെ ഇരുത്തണം, ഉള്ള കാലം മുഴുവൻ തന്നെ ഈ ആരോപണത്തിന്റെ പുകമറയിൽ അദ്ദേഹത്തെ ഇരുത്തണം, അതിനൊരു കോൺഗ്രസ്സുകാരൻ തന്നെ നിമിത്തമാകുന്നു എന്ന് പറയുമ്പോൾ അത് പല കോൺഗ്രസ്സുകാർക്കും നാട്ടുകാർക്കും ഒന്നും ഉൾക്കൊള്ളാൻ പൂർണ്ണമായി സാധിക്കാതെ പോകുന്നു. അല്ല, അപ്പൊ ഇങ്ങനെ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത്തരത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിനെ ബാധിക്കുന്ന കാര്യമായിരിക്കുമോ രാഹുൽ മാങ്കൂട്ടം? ഡിസൈഡിങ് ഫാക്ടർ ആകണമെങ്കിൽ ഇടതുപക്ഷത്തോട് സ്വാഭാവികമായി ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. 2 പ്രാവശ്യം ഒരു ഗവൺമെന്റ് തുടരുമ്പോൾ 10 വർഷത്തെ ഭരണത്തിനെതിരെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരത്തിന്റെ ബെനിഫിറ്റ് എടുക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്, UDF ആണ്. അതിനനുകൂലമായ സാഹചര്യം ഉണ്ടായപ്പോഴാണ് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും ജയിച്ചു വരുന്നു. ചേലക്കര ഒഴിച്ചുള്ള, ചേലക്കരയിലും ഭൂരിപക്ഷം വരാൻ പറഞ്ഞു. അവിടെ ഈ നല്ലൊരു കോമ്പിനേഷൻ, കെ സുധാകരൻ ആൻഡ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശനും KPCC പ്രസിഡന്റ് എന്ന നിലയിൽ കെ സുധാകരനും തിളക്കമാറുന്ന റെക്കോർഡുകളാണ് ഉപതെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. സ്വാഭാവികമായി ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ ചിലതുണ്ട്. അത് വെച്ചത് മാത്രമല്ല, നിയമസഭയ്ക്കുള്ളിലും പുറത്തും വി ഡി സതീശന്റെ സംസാരം കാര്യമായ ചലനവും ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ സതീശന് കുറെ ഗുഡ് വില്ല് കിട്ടുന്നുണ്ട്. എല്ലാവരുടെയും ഗുഡ് വില്ലല്ല, കുറെ പേരുടെ ഗുഡ് വില്ല് കിട്ടുന്നുമുണ്ട്. അത് പക്ഷേ ഇപ്പോൾ വല്ലാതെ കുറഞ്ഞിരിക്കുന്നു എന്ന ഒരു പൊതുനിരീക്ഷണമാണ് പൊതുസമൂഹത്തിലുള്ളത്. അത് പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നല്ല, സതീശൻ എടുത്ത ധാർമ്മിക നിലപാടാണ് എന്നിപ്പോഴും കരുതുന്ന ആളുകളുണ്ട്. അത് ഞാൻ കുറച്ചു കാണുന്നില്ല. പക്ഷെ അത് മതിയാകുമായിരുന്നില്ല. അഭിപ്രായം ഇരുമ്പുലക്കല്ല എന്ന് EMS പറയുമ്പോൾ അതിനനുരൂപമാകുന്ന രീതിയിൽ ഇപ്പോഴും ചില അഭിപ്രായങ്ങളൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ തിരുത്തി പറയുന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കാനുള്ള ചുമതലയുണ്ടായിരുന്നു വി ഡി സതീശന്. അത് ശരിയല്ല. 2026 UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി മാങ്കൂട്ടത്തിലായിരിക്കും. മാങ്കൂട്ടത്തിൽ വിഷയം കൈകാര്യം ചെയ്ത കോൺഗ്രസിന്റെ നേതാക്കളായിരിക്കും അതിന് ഉത്തരവാദി. അത് മാങ്കൂട്ടത്തിലായിരിക്കില്ല. മാങ്കൂട്ടത്തിൽ വിഷയം ഭംഗിയായി കൈകാര്യം ചെയ്യുന്നതിന് പകരം സംഭവം കൊളമാക്കിയെടുക്കുന്ന കോൺഗ്രസ്സുകാരായിരിക്കും. അതാരാകും എന്ന് പറയാനാവില്ല. പക്ഷെ ഒരു 8 മാസം സമയമുണ്ട് എന്ന് ഓർക്കണം. രാഷ്ട്രീയത്തിൽ 8 മാസം ഒരു യുഗം പോലെയാണ്. 8 മിനിറ്റ് മതി. 8 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ മാറി പറയാം. അതുകൊണ്ട് അങ്ങനെ ഡോണ്ട് കൗണ്ട് ദ ചിക്കൻ ബിഫോർ ദേ ആർ ഹാച്ച്ഡ്. അതുകൊണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ എണ്ണി നോക്കുന്നത് മുട്ട വിരിയുന്നതിന് മുമ്പ് വളരെ നേരത്തെ തന്നെ മുട്ട അടവെക്കുന്നതിന് മുൻപ് തന്നെ പൊട്ടിച്ച് നോക്കരുത് കോഴിക്കുഞ്ഞുണ്ടോ എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ തന്നെ നിഗമനങ്ങളിൽ എത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.